വിനീത, അങ്ങനെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ആടി ഉലഞ്ഞ ഒരു കണ്ടെയ്നർ കണ്ടിരുന്നു. അത് വലിയ തരത്തിൽ പേടി ഉയർത്തി. പിന്നീട് കണ്ടെയ്നർ ഏകദേശം കരയ്ക്കടിഞ്ഞതിന് ശേഷമാണ് ആ നാട്ടുകാർക്കടക്കം വലിയൊരു ആശ്വാസത്തിലേക്ക് എത്തിയത്. കാരണം ആ സമയത്തിന് അപ്പോഴേക്ക് തന്നെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. കലക്ടറും കമ്മീഷണറും റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇതിനകത്തൊന്നുമില്ല എന്നുള്ള ഒരു വിവരം കൂടി പുറത്തേക്ക് വന്നത്. അതോടുകൂടി തന്നെ ആശ്വാസം ഈ നാട്ടുകാർക്കെല്ലാം ഉണ്ടായി. ചെറിയ അഴീക്കൽ പ്രദേശത്തുകാരുടെ വലിയ ഭീതിയായിരുന്നു ഇത് വന്നപ്പോൾ തന്നെ. എങ്ങനെയായിരിക്കും ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാസവസ്തു ആണെങ്കിൽ ഏകദേശം 200 മീറ്റർ മാറി നിൽക്കണം, അത് തുടരുത്, അത് ശ്വസിക്കരുത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ വന്നതോടുകൂടി തന്നെ എല്ലാവരും തന്നെ പേടിയിലാകുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് കൊല്ലത്ത് അഴീക്കൽ, ചെറിയ അഴീക്കൽ ഭാഗത്ത് ഒരു കൂറ്റൻ കണ്ടെയ്നർ അടിയുന്നു. ആ കണ്ടെയ്നറിൽ ഒന്നുമില്ലാത്തത് തന്നെയാണ്, ഇല്ലാതെയാണ് ഇതിവിടെ എത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. കാരണം കടൽ നമുക്ക് കാണാൻ പറ്റും. കടൽ അത്രമേൽ പ്രക്ഷുബ്ധമായ കടലാണ്. ആ കടൽ ആഞ്ഞടിക്കുകയാണ്. ഉയർന്ന തിരമാലകളാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഒന്നും കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശം കൂടെ നൽകിയിട്ടുണ്ട്. കാരണം മഴ അത്രമേൽ ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു ഇന്നലെ രാത്രി മുഴുവനുണ്ടായത്. അങ്ങനെ ഈ സാഹചര്യത്തിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കണ്ടെയ്നർ അടിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികളൊന്നും കടലിൽ പോകാത്തതുകൊണ്ട് അത്തരം വിവരങ്ങൾ ലഭിച്ചില്ല. പിന്നെ കോസ്റ്റൽ പോലീസായിരുന്നു മറ്റ് വിവരങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. കോസ്റ്റൽ പോലീസും ഏകദേശം ഇതേ അവസ്ഥയിൽ തന്നെയാണ്. കാരണം ഇത്ര കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ കടലിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തന്നെയാണ്. എന്തായാലും ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഒന്നുമില്ല എന്നുള്ളൊരു ആശ്വാസമായ വാർത്തയാണ് നമുക്ക് പുറത്തു വരാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അംശങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് കോസ്റ്റൽ പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ, അങ്ങനെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ പരിശോധന നടത്തും. ആ പരിശോധനയിൽ കൂടെ മാത്രമേ ഇതിനകത്ത് വല്ലതുമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിനകത്ത് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ ഈ കപ്പലിൻ്റെ അകത്തുള്ള കണ്ടെയ്നറുകൾ അത്രമേൽ അടുത്ത് കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാനോ ഒന്നും തന്നെ ഉദ്യോഗസ്ഥർക്ക് സാധ്യമായിരുന്നില്ല. കപ്പൽ ചെരിഞ്ഞു നിൽക്കുകയും പിന്നീട് അത് മുങ്ങുകയും ചെയ്ത ഒരു അവസ്ഥയിലേക്ക് കൊച്ചിയിൽ എത്തിയതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇവിടേക്ക് എത്തുന്ന ആദ്യ കണ്ടെയ്നറാണ്, കേരളത്തിൻ്റെ തീരത്തടിയുന്ന ആദ്യത്തെ കണ്ടെയ്നറാണ്. അത് നേരത്തെ തന്നെ ആലപ്പുഴയിലും കൊല്ലത്തും എല്ലാം തന്നെ ഒരു നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരു കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ നാട്ടുകാർക്ക് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ജാഗ്രത ആളുകൾക്കും ഉണ്ടായി, അതിനൊരു ബോധവൽക്കരണമുണ്ടായി. ആ ബോധവൽക്കരണത്തിലൂടെ ആളുകൾ ആദ്യം തന്നെ, അതായത് ചെറിയ അഴീക്കൽ പ്രദേശത്തെ ആദ്യം തന്നെ കണ്ടെയ്നർ കണ്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും തുടർന്ന് അധികാരികളെയും വിവരമറിയിച്ചു. ആ കൃത്യസമയത്ത് നാട്ടുകാരുടെ ഇടപെടൽ അതൊരു വലിയ ഇതിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു ആശ്വാസകരമായ വാർത്തയിലേക്ക് പിന്നീടെത്തി. കാരണം ഇത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള വിവരങ്ങളടക്കം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ആശ്വാസമായ കാര്യം അത് ഒരു കാലി കണ്ടെയ്നർ ആണ് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും വിദഗ്ധമായിട്ടുള്ള പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്.